വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വിശാഖ നക്ഷത്രത്തിൻ്റെ കാലും അനിഴവും തൃക്കേട്ടയും കൂടുന്ന ഒരു ഇതാണ്, രാശിയാണ്. അപ്പം അവരെ സംബന്ധിച്ച് അഷ്ടമത്തിലേക്കാണ് വ്യാഴം മാറി നിൽക്കുന്നത്. അഷ്ടമത്തിലെ വ്യാഴം മാറി നിൽക്കുമ്പോൾ അത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പം എങ്ങനെ ശ്രമിച്ചാലും നമുക്ക് ഒരു പുരോഗതി കിട്ടുന്നില്ല എന്നുള്ള തോന്നലുകൾ ധാരാളമുള്ള സമയമായിരിക്കും. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി 5-ലുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഇരട്ടി ബലം തരും, മനോബലം. നിങ്ങളത് ഇത് ചെയ്യുന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും നമുക്കിവിടെ ഇവിടുത്തെ കിട്ടുന്നില്ല. പക്ഷെ അത് കിട്ടും, നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാധ്യതകളെ ഏറ്റിട്ട് കടം മേടിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ കടത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കടമല്ലല്ലോ നമ്മുടെ ആവശ്യം. നമ്മുടെ കർമ്മം ഇവിടെ നന്നായിട്ട് നോക്കുക. കർമ്മത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ബാധ്യതകൾ ഇല്ലാതെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഇത് അഷ്ടമത്തിൽ നോക്കുന്നത് കൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കിട്ടും. പിന്നീട് അവരായിട്ട് നമുക്ക് വഴക്കിന് ഇടവരുത്താൻ സാധ്യതയാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വെറുതെ കിട്ടുന്ന ധനം വെറുതെ അല്ല. പക്ഷെ എങ്ങനെ അവർ തരും ഇവർ തരും, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോഴേക്കും അന്ന് ചെന്തയിലുണ്ട് നീ എടുത്തോ എന്നൊക്കെ പറയുന്ന ആ സമ്പ്രദായം വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടാവും. നമ്മുടെ കർമ്മത്തിലൂടെ കിട്ടുന്ന പൈസ മതി നമുക്ക് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവണം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ വൃശ്ചികക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിലായാലും നമ്മുടെ കാര്യത്തിലായാലും ഒക്കെ ഇതേപോലെ തന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യാതെ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാനൊന്ന് വീട്ടിൽ ആലോചിക്കട്ടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയട്ടെ, അമ്മയുടെ അടുത്ത് പറയട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പോരാനായിട്ട് പറ്റണം. ഇത് എടുത്തു ചാടും നമ്മൾ. അപ്പോൾ ആ എടുത്തുചാട്ടമൊക്കെ ഒന്ന് മാറി നമുക്ക് മുന്നോട്ടുള്ള വഴി ശരിയാക്കി എടുക്കണം. അതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്.